നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് പ്ലേ സ്റ്റോറിനകത്തുള്ള ഓരോ ടിപ്സുകളും വിശേഷങ്ങളുമാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ചില സുഹൃത്തുക്കൾ ചോദിച്ചു, കമൻറ്റ് ബോക്സിലൂടെ ഒക്കെ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മളിന്ന് വീഡിയോയിൽ പ്ലേ സ്റ്റോർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ളതാണ് പരിശോധിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പല ആപ്ലിക്കേഷൻസുകളും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്ഡേറ്റ് വന്ന ഉടനെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് നമ്മൾ എനേബിൾ ചെയ്ത് വെക്കാറുണ്ട്. അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുമുണ്ട്. നമ്മളിന്ന് പ്ലേ സ്റ്റോറിൽ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇടത് ഭാഗത്തുള്ള 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുക. അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള ടെക്നോളജിപരമായ അറിവുകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി വരും. നമ്മൾ ഇതുപോലെ നമ്മുടെ പ്ലേ സ്റ്റോറിൻ്റെ 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ പ്ലേ സ്റ്റോർ വേർഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഏറ്റവും അവസാന ഭാഗത്ത് നിന്ന് മുകളിലായിട്ട് പ്ലേ സ്റ്റോർ വേർഷൻ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഗൂഗിൾ പ്ലേ സ്റ്റോർ ഈസ് അപ് ടു ഡേറ്റ് എന്നുള്ളത്. ഈ അപ് ടു ഡേറ്റ് എന്നുള്ളത്, അതായത് അപ്ഡേറ്റ് ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയായി കാണാൻ സാധിക്കുക. അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷൻ കാണിക്കില്ല. അപ് ടു ഡേറ്റ് എന്ന് കാണുമ്പോൾ നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്, അതുകൊണ്ടൊന്നും ചെയ്യേണ്ടതില്ല. ഇനി നിങ്ങൾ അത്തരത്തിലല്ല കാണുന്നതെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ മൊബൈൽ ഫോണിൽ ആപ്സ് എന്നോ ആപ്ലിക്കേഷൻ മാനേജർ എന്നോ ഒക്കെ ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതായത് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ആപ്ലിക്കേഷൻ കാണുന്ന ഒരു ഭാഗം. ഇവിടെ MI ഫോണിൽ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്നാണ് കാണാൻ സാധിക്കുക. ഞാനത് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ പ്ലേ സ്റ്റോർ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ക്ലിയർ ഡാറ്റ, ക്ലിയർ ക്യാഷോ ഫയലുകൾ നമ്മൾ ക്ലിയർ ചെയ്ത് കളയുക. ഇപ്പോൾ ഇവിടെ ഏറ്റവും അവസാന ഭാഗത്താണ് എൻ്റെ മൊബൈൽ ഫോണിൽ ക്ലിയർ ഡാറ്റ എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ മുകളിലായിരിക്കും ക്ലിയർ ഡാറ്റ എന്നോ ക്ലിയർ ക്യാഷോ ഫയൽ എന്നുള്ളത്. അത് നിങ്ങൾ ഇതുപോലെ ക്ലിയർ ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മാത്രം മതി. നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ആണോ എന്ന് ആദ്യം ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ 3 ലൈൻസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യുക. അപ് ടു ഡേറ്റ് എന്നല്ല കാണിക്കുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ സെറ്റിങ്സിൽ നിന്ന് ഓപ്പൺ ചെയ്തുകൊണ്ട് പ്ലേ സ്റ്റോർ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അവിടെ ക്ലിയർ ഡാറ്റ കൊടുക്കുക. പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തുടർന്ന് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ നിങ്ങൾക്ക് ഉപയോഗിച്ച് തുടങ്ങാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ടെക്നോളജിപരമായ അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.